നമ്മുടെ സൈനികർക്കൊരു ബിഗ് സല്യൂട്ട്. ഇന്ന് ഡിസംബർ 4 ഇന്ത്യൻ നേവി ഡേ ആണ്. ഇന്ത്യൻ നേവിയുടെ ഇന്നത്തെ അഭൂതപൂർവമായ ശക്തിയും അതിൻ്റെ ഭാവിയിലേക്കുള്ള പരിപാടികളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ, ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഡിസംബർ 4 ഇന്ത്യൻ നേവി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു? 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ആ യുദ്ധത്തിൽ ഇന്ത്യൻ നേവി ഒരു ഓപ്പറേഷൻ ട്രൈഡന്റ് പ്രഖ്യാപിച്ചു. ഈ ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ വലിയ വിജയത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഡിസംബർ 4 ഇന്ത്യൻ നാവികസേനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 1971 ഡിസംബർ 4 രാത്രി ഇന്ത്യൻ നാവികസേന 5 മിസൈൽ ബോട്ടുകളുമായിട്ട് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തുറമുഖ നഗരമായ കറാച്ചിയിൽ വളരെ വലിയൊരു ആക്രമണം നടത്തി അതിനെ ചാമ്പലാക്കി കളഞ്ഞു. ഈ ഓപ്പറേഷൻ പാകിസ്ഥാന്റെ നാവികശേഷിക്ക് വളരെ വലിയ നാശമുണ്ടാക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ നാവികശേഷി എന്താണെന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത ഒരു ദിനമായിരുന്നു ഡിസംബർ 4. ഓപ്പറേഷൻ ട്രൈഡന്റ് വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം മതിവരാഞ്ഞ ഇന്ത്യൻ നാവികസേന അതിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരു ഓപ്പറേഷൻ കൂടെ പ്രഖ്യാപിച്ചു, ഓപ്പറേഷൻ പൈത്തൺ. ഇതൊരു ഫോളോ അപ്പ് ഓപ്പറേഷൻ ആയിരുന്നു. കറാച്ചി തുറമുഖത്തിലെ ഫെസിലിറ്റീസുകളെ പൂർണ്ണമായിട്ടും ചാമ്പലാക്കി കളഞ്ഞ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ പൈത്തൺ. ഈ 2 ഓപ്പറേഷനും കഴിഞ്ഞപ്പോൾ വളരെ വലിയൊരു നാശനഷ്ടമാണ് പാകിസ്ഥാന്റെ നേവിക്കുണ്ടായത്. അതിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്ന പാകിസ്ഥാന്റെ വളരെ വലിയൊരു ഡിസ്ട്രോയർ ഷിപ്പായിട്ടുള്ള PNS ഖൈബറിനെ ആയിരുന്നു. PNS എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ നേവൽ ഷിപ്പ്. INS നീർഘാത്തിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ ഇത് കത്തിക്കരിഞ്ഞ് കടലിന്റെ അടിയിലേക്ക് പോവുകയുണ്ടായി. രണ്ടാമത് മിസൈലുകൾ ടാർഗറ്റ് ചെയ്ത് പാകിസ്ഥാന്റെ PNS മുഹാഫിസിനെ ആയിരുന്നു. അതൊരു പാകിസ്ഥാന്റെ മൈൻ സ്വീപ്പർ ആയിരുന്നു. അതും കടലിന്റെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് അധികം സമയം വേണ്ടി വന്നില്ല. പിന്നെ നോക്കിയപ്പം MV വീനസ് ചാലഞ്ചർ എന്ന് പറയുന്ന ഒരു വലിയ കാർഗോ ഷിപ്പ് അവിടെ കിടക്കുന്നു. അത് ഒരുപാട് ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് അവിടെ കിടക്കുന്ന ഒരു കപ്പലായിരുന്നു. അതിനെയാണ് പിന്നീട് അവർ മുക്കിക്കളഞ്ഞത്. അതുപോലെ തന്നെ കറാച്ചി തുറമുഖത്തുണ്ടായിരുന്ന ഒരുപാട് ഫ്യൂവൽ സ്റ്റോറേജ് ടാങ്കുകളും എല്ലാം കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. മറ്റൊരു ഡിസ്ട്രോയർ അവിടെ ഉണ്ടായിരുന്നത് PNS ഷാജഹാൻ ആയിരുന്നു. അതിനെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ട് പിന്നീട് അതിനെ സ്ക്രാപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കും നമ്മൾ എത്തിച്ചിട്ടാണ് തിരിച്ചു പോരുന്നത്. ആ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നേടിയെടുത്തത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആളപായം പോലും ഇല്ലാതെയായിരുന്നു എന്നുള്ളത് വളരെയധികം പ്രശംസനീയമായ ധീരമായ ഒരു മുന്നേറ്റമായിരുന്നു. പക്ഷെ 1971 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2024 യുദ്ധങ്ങളുടെ സാഹചര്യങ്ങൾ വളരെയധികം വ്യത്യസ്തമായി. ഇന്ന് ഒരുപാട് ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള യുദ്ധങ്ങളാണ്. അങ്ങനെ ഒരു യുദ്ധ സാഹചര്യം ഇന്നുണ്ടായാൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ത്യക്ക് 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്, INS വിക്രമാദിത്യയും INS വിക്രാന്തും. അതിഭയങ്കരമായ യുദ്ധശേഷിയുള്ള ഈ കപ്പലുകളെ കുറിച്ച് ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരുപാട് ഞാൻ കടക്കുന്നില്ല. പിന്നെ നമുക്കുള്ളത് ഒരു ആംഫിബിയസ് ട്രാൻസ്പോർട്ട് ഡോക്ക് ഉണ്ട്. INS ജലാശ്വ എന്നാണ് ഇതിന് പറയുന്നത്, കടലിലെ കുതിര. ഇത് കരയിലും കടലിലും ഉള്ള ഓപ്പറേഷൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതിലുപരി കൂടുതലും ഇത് നമ്മുടെ സൈനികരുടെയും അവരുടെ വാഹനങ്ങളുടെയും അവരുടെ എക്യുപ്മെൻസിൻ്റെയും ഒക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ 4 ലാൻഡിംഗ് ഷിപ്പ് ടാങ്കുകളുണ്ട്. INS ഘരിയൽ, INS ഷാർദൂൽ, INS കേസരി, INS ഐരാവത്ത്. ഇത് ടാങ്കുകളെയും വാഹനങ്ങളെയും സൈനികരെയും നേരിട്ട് ശത്രുവിന്റെ കരയിലെ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കരയിലും കടലിലുമുള്ള ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ഷിപ്പുകളാണ്. പിന്നെ നമ്മുടെ കയ്യിൽ 1 ഡസനിലധികം വലിയ വലിയ ഡിസ്ട്രോയേഴ്സ് ഉണ്ട്. വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സും കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയേഴ്സും. ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൽ മിസൈലുകളും തോക്കുകളും റോക്കറ്റുകളും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതൊരു മൾട്ടി റോൾ കേപ്പബിലിറ്റി ഉള്ള ഷിപ്പുകളാണ്. എന്ന് പറഞ്ഞാൽ ആൻറ്റി സബ്മറീൻ വാർഫെയർ, അന്തർവാഹിനികൾക്കെതിരെയുള്ള യുദ്ധങ്ങൾ, ആൻറ്റി എയർക്രാഫ്റ്റ് വാർഫെയർ, ശത്രു വിമാനങ്ങളെ ടാർഗറ്റ് ചെയ്യാനുള്ള യുദ്ധങ്ങൾ, അതുപോലെ തന്നെ സർഫസ് വാർഫെയർ, കരയിലുള്ള ടാർഗറ്റുകളെ ആക്രമിക്കാനുള്ള കഴിവ്. അങ്ങനെ എല്ലാം കൂടി ഒത്തുചേരുന്ന യുദ്ധക്കപ്പലുകളെയാണ് ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു കാറ്റഗറിയാണ് ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ആൻറ്റി സബ്മറീൻ വാർഫെയറും ആൻറ്റി എയർക്രാഫ്റ്റ് വാർഫെയറും സർഫേസ് വാർഫെയറിനും എല്ലാം ഉപയോഗിക്കാവുന്ന കപ്പലുകളാണ്. എന്ന് മാത്രമല്ല ഇത് എസ്കോർട്ട് ഡ്യൂട്ടികൾക്കും മാരിടൈം പട്രോളുകൾക്കും ഉപയോഗിക്കാവുന്ന യുദ്ധക്കപ്പലുകളാണ്. യുദ്ധക്കപ്പലുകളുടെ കാറ്റഗറിയിൽ 3ാമതായിട്ട് വരുന്നതാണ് കോർവെറ്റ്സ്. കോർവെറ്റ്സ് നമുക്ക് 2 ഡസനിലധികം കോർവെറ്റ്സ് ഉണ്ട്. ഇത് ഫ്രിഗേറ്റ്സിനേക്കാളൊക്കെ ചെറുതാണ്. ഇതിൻ്റെ ഉപയോഗം പ്രധാനമായിട്ടും നമ്മുടെ തീരദേശ സംരക്ഷണവും ആൻറ്റി സബ്മറീൻ വാർഫെയറും അതുപോലെ പട്രോളിംഗ് ഡ്യൂട്ടീസുമാണ്.
ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായ ചടുലതയുള്ള യുദ്ധക്കപ്പലുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും തിരക്കേറിയ യുദ്ധ സാഹചര്യങ്ങളിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന യുദ്ധക്കപ്പലുകളാണ്. യുദ്ധക്കപ്പലുകൾക്ക് ശേഷം ഏറ്റവും അധികം നമുക്ക് താല്പര്യമുണ്ടാകുന്ന മറ്റൊരു വിഷയമാണ് നമ്മുടെ സബ്മറീൻസ്. അതിൽ 2 ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻസ് ഉണ്ട്. 2 ന്യൂക്ലിയർ പവേർഡ് SSBN കൂടെ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നു. കൂടാതെ 17 കൺവെൻഷനലി പവേർഡ് ആയിട്ടുള്ള അറ്റാക്ക് സബ്മറീൻസും ഉണ്ട്. കൂടാതെ നമ്മുടെ കയ്യിൽ 10 ഓഫ് ഷോർ പെട്രോൾ വെസൽസ് ഉണ്ട്. ഒരു 115 മറ്റ് ക്ലാസ്സിലുള്ള പെട്രോൾ വെസൽസ് ഉണ്ട്. പിന്നെ ഒരുപാട് ആക്സിലറി വെസൽസും പെട്രോൾ ബോട്ട്സും സോഫിസ്റ്റിക്കേറ്റഡ് ഷിപ്പുകളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നേവി പവറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന മറ്റൊരു കാറ്റഗറിയാണ് യുദ്ധവിമാനങ്ങൾ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കൂടുതലും MiG-29 യുദ്ധവിമാനങ്ങളാണ്. താമസിയാതെ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ കൂടെ 26 ദസാൽ റാഫേൽ M വിമാനങ്ങളും ചേരുന്നതോടുകൂടി ഇന്ത്യൻ നേവിയുടെ പ്രഹരശേഷി 10 മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. വിമാനങ്ങൾ മാത്രമല്ല, സമുദ്ര യുദ്ധങ്ങൾക്കും നമ്മൾ ധാരാളമായി ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. യുദ്ധത്തിന് മാത്രമല്ല, ട്രൂപ്പുകളും ആയുധങ്ങളും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി വളരെ വലിയൊരു ഹെലികോപ്റ്റർ ഫ്ലീറ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിച്ച ധ്രുവ് ഹെലികോപ്റ്ററുകൾ, അതുപോലെ KA-28, പിന്നെ KA-31 ഹെലികോപ്റ്റേഴ്സ്, സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ, ചേതക് ഹെലികോപ്റ്ററുകൾ, സിക്കോർസ്കി MH-60R ഹെലികോപ്റ്ററുകൾ, അങ്ങനെ പലതുമുണ്ട് നമ്മുടെ കയ്യിൽ. അതുകൂടാതെ ധാരാളമായിട്ട് പെട്രോളിംഗ് വിമാനങ്ങൾ നമ്മൾ ഇന്ത്യൻ നേവിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബോയിങ് P-8 വിമാനങ്ങളും ഡോർണിയർ വിമാനങ്ങളും അതുപോലെ നോമാൻ BN-2 വിമാനങ്ങളും ഒക്കെയാണ്. പിന്നെ സമുദ്ര നിരീക്ഷണത്തിനും വിവരങ്ങൾ ശേഖരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ധാരാളം റെക്കണൈസൻസ് എയർക്രാഫ്റ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹെറോൺ UAV-കൾ, അതുപോലെ സെർച്ചർ മാർക്ക് 2 വിമാനങ്ങൾ, അതുപോലെ MQ-9B സീ ഗാർഡിയൻ വിമാനങ്ങൾ. പക്ഷെ വർദ്ധിച്ചു വരുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും നേവൽ ഡെവലപ്മെന്റിനെ മുന്നിൽ കാണുമ്പോൾ നമ്മളും അതിവേഗം കുതിച്ചേ മതിയാവുള്ളൂ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇന്ത്യ ഒരുപാട് ധനം ഇന്ത്യൻ നേവിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ചെലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായ ഒരു വാർത്തയാണ്. കാരണം സമുദ്രം ഭരിക്കുന്നവൻ ലോകം ഭരിക്കും എന്നുള്ള പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് ലോകത്തിലാകമാനം നേവൽ ഡെവലപ്മെന്റ്സ് നടക്കുന്നത്. നമ്മൾ 31 MQ-9B ഡ്രോണുകൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നു. ഇത് നമ്മുടെ മാരിടൈം സർവൈലൻസിനും അതുപോലെ റെക്കഗ്നൈസൻസ് കേപ്പബിലിറ്റീസിനും വളരെയധികം ശക്തി പകരാൻ ഉതകുന്നതാണ്. വിശ്രമമില്ലാതെ 35 മണിക്കൂറെങ്കിലും പറക്കാൻ കപ്പാസിറ്റിയുള്ള ഡ്രോണുകളാണ് MQ-9B. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ആധുനികമായ സെൻസറുകളാണ്. ഇതിൽ സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകളുണ്ട്. സിന്തറ്റിക് അപ്പർച്ചർ റഡാറിനെ പറ്റി ഞാൻ ഈയിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പിന്നെ ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് എലിൻറ്റ് എന്ന് പറയും. അതുകൂടാതെ സിഗ്നൽ ഇൻ്റലിജൻസ് സിഗിൻറ്റ് പോഡുകളും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. എലിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിഗ്നലുകളെ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനുമുള്ള ഒരു ഉപകരണമാണ്. അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതല്ലാതെയുള്ള സിഗ്നലുകൾ, അത് റഡാറുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും ഗൈഡൻസ് സിസ്റ്റങ്ങളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും വരുന്ന സിഗ്നലുകളെ ക്യാപ്ചർ ചെയ്തിട്ട് ആ സിഗ്നലുകളെ അനലൈസ് ചെയ്ത് ഇത് ഏത് തരം ടാർഗറ്റാണ്, എന്തിനുപയോഗിക്കുന്നു, എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ, എത്ര വേഗതയിലാണ് ഇത് പറന്നു വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രത്യാക്രമണം നടത്താനായിട്ട് നമ്മളെ സഹായിക്കും. സിഗിൻറ്റ് എന്ന് പറയുന്ന സിഗ്നൽ ഇൻ്റലിജൻസ് കാറ്റഗറിയിൽ വരുന്ന പോഡുകൾ ഇത് കുറച്ചും കൂടെ വലിയ കാറ്റഗറിയിലുള്ള ജോലികൾ ചെയ്യുന്നതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഇൻ്റലിജൻസും ഇലക്ട്രോണിക് ഇൻ്റലിജൻസും കൂടെ സംയോജിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ, അതായത് ഫോൺ കോളുകൾ, റേഡിയോ ട്രാൻസ്മിഷൻസ്, പിന്നെ ഇമെയിലുകൾ പോലും ഇതെല്ലാം ഇത് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ എലിൻറ്റ് നോൺ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നൽസിനെയാണ് ഇന്റർഫിയർ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് യുദ്ധമുഖത്തെ വളരെ വ്യക്തമായ ഒരു പിക്ചർ തരികയും അതിനനുസരിച്ച് അവയെ ആക്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്താൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. MQ-9B ഡ്രോണുകൾ ഇങ്ങനെ ഒരു നിരീക്ഷണത്തിന് മാത്രമല്ല, ഇത് യുദ്ധത്തിനും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഡ്രോണുകളാണ്. ഇതിൽ ഓരോന്നിലും 4 ഹെൽഫയർ മിസൈലുകളും 450 കിലോഗ്രാമോളം ബോംബുകളും വഹിക്കാനുള്ള ശേഷിയുണ്ട്. അതുപോലെ തന്നെ ഓവർ ദ ഹൊറൈസൺ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സമുദ്ര നിരപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദൂരം വരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഹൊറൈസൺ ആണ്, മരുപ്പച്ചയാണ്. അപ്പം അതിൻ്റെ പുറകിൽ എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഈ ഓവർ ദ ഹൊറൈസണിൽ ഉള്ള ടാർഗറ്റുകളെ നേരിടാനും MQ-9 ഡ്രോണുകൾക്ക് സാധിക്കും. പിന്നെ ഇൻ്റലിജൻസ്, സർവൈലൻസ്, റെക്കഗ്നൈസൻസ് മിഷൻസിനും ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് 2027 ഇന്ത്യൻ നാവികസേനയോട് ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമുക്ക് പോകേണ്ടത് കൂടുതലായിട്ട് നമ്മൾ വാങ്ങാൻ പോകുന്ന സബ്മറീൻസ് ആണ്. അതിൽ പ്രധാനമായിട്ട് 3 അഡീഷണൽ സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ സബ്മറീൻസ് ഉടനെ തന്നെ നിർമ്മാണം ആരംഭിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പുതിയ ടെക്നോളജിയും അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള കോമ്പാറ്റ് മാനേജ്മെന്റ് സിസ്റ്റംസും ഇതിൽ ഉപയോഗിക്കുന്നതാണ്.
ഇതിൽ 6 ടോർപിഡോ ട്യൂബുകളിലായിട്ട് 18 ടോർപിഡോകളും 4 കാലിബർ ക്രൂസ് മിസൈലും അങ്ങനെ ഒരുപാട് ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഇതിനെ നമ്മൾ നിർമ്മിക്കുന്നത്. ഇതിന് വളരെ വലിയ രീതിയിലുള്ള സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത മാസമാണ് നമ്മൾ 26 റഫേൽ ഫൈറ്റർ ജെറ്റ്സിനുള്ള ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ INS വിക്രാന്തിൽ നിന്നുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നീട് നമ്മുടെ നേവൽ ചീഫ് പറഞ്ഞതുപോലെ 80-ലധികം യുദ്ധക്കപ്പലുകൾ പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ച് ഇന്ത്യൻ നേവിയോട് കൂടി ചേർക്കാൻ പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് 15 മാരിടൈം പെട്രോൾ വിമാനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന എയർബസ് C295 പ്ലാറ്റ്ഫോമിലായിരിക്കും. ഇത് മാരിടൈം സർവൈലൻസിനും അതുപോലെ തന്നെ ആൻറ്റി സബ്മറീൻ വാർഫെയറിനും പിന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻസിനും ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതിനെ സജ്ജീകരിക്കാൻ പോകുന്നത്. പിന്നെ നമ്മളെ റഡാറുകൾ കരയിലും ആകാശത്തുമുള്ള ടാർഗറ്റുകളെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സമുദ്രത്തിൻ്റെ അടിയിലുള്ള ടാർഗറ്റുകളെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിനെയാണ് സോണാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് ടോഡ് അറേ സോണാറുകൾ നമ്മൾ പ്രൊക്യൂർ ചെയ്യാൻ പോകുന്നു. അത് ഇന്ത്യൻ നേവിയുടെ സബ്മറീൻ ഡിറ്റക്ഷൻ കേപ്പബിലിറ്റീസിനെ അതിഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും അത്യന്താധുനികമായ ടോർപിഡോകൾ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോസിൻ്റെ കൂടെ തന്നെ നമുക്ക് ധാരാളമായിട്ട് ഹെവി വെയ്റ്റ് ടോർപിഡോസും കയ്യിലുണ്ട്. ഇനിയും നമ്മൾ കൂടുതലായിട്ട് ഹെവി വെയ്റ്റ് ടോർപിഡോസിനെ ഇന്ത്യൻ നേവിയോട് കൂടി ചേർക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ കൽവറി ക്ലാസ് സബ്മറീൻസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ന്യൂക്ലിയർ പവേർഡ് SSN ക്ലാസ് സബ്മറീൻസ് ഒന്നുപോലുമില്ല. 6 എണ്ണമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ 2 എണ്ണം ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് ഓൾറെഡി ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് SSBN കാറ്റഗറി സബ്മറൈൻസ് ആണ്. ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകൾ ശത്രു രാജ്യത്തേക്ക് തൊടുക്കാൻ വേണ്ടിയിട്ടാണ് SSBN ഉപയോഗിക്കുന്നത്. SSN എന്ന് പറയുന്നത് ശത്രുക്കളുടെ കപ്പലുകളെയും അന്തർവാഹിനികളെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഫൻസീവ് റോളിലും ഡിഫൻസീവ് ഓപ്പറേഷനും ഉപയോഗിക്കുന്ന അന്തർവാഹിനികളാണ്. ഇതിൽ ധാരാളമായിട്ടും ടോർപിഡോകളും ക്രൂസ് മിസൈലുകളും എല്ലാം ഘടിപ്പിച്ചാണ് ഇത് ആക്രമണം നടത്തുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് TED-BF എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങളാണ്. ട്വിൻ എൻജിൻ ഡക്ക് ബേസ്ഡ് ഫൈറ്റർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. 2 എഞ്ചിനുള്ള ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ്. ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് 2026 റെഡിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2031 ഇതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാനും ഇന്ത്യൻ നേവിയിലേക്ക് ഇതിനെ ചേർക്കാനും സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന G414 എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള സൂപ്പർസോണിക് വിമാനങ്ങളായിട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് പുതിയ തരം മിസൈലുകൾ നമ്മൾ ഇന്ത്യൻ നേവിയോട് കൂടി ചേർക്കാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ ഒഫൻസീവായിട്ടുള്ള ഡിഫൻസീവായിട്ടുള്ള കേപ്പബിലിറ്റീസ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഈയിടെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള K4 ബാലിസ്റ്റിക് മിസൈലുകളാണ്. അത് അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കാവുന്ന 3500 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കാവുന്ന ആണവ പോർമുന വഹിക്കാൻ കഴിവുള്ള ചൈനയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇതിൻ്റെ പുറകെ ഇനിയും 5000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള K5 ബാലിസ്റ്റിക് മിസൈലുകളും K6 ബാലിസ്റ്റിക് മിസൈലുകളും എല്ലാം നമ്മുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പിന്നെ ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലാണ് ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് ടെസ്റ്റ് ചെയ്ത ഒരു ഹൈപ്പർസോണിക് മിസൈൽ. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഹൈബ്രിഡ് ഹൈപ്പർസോണിക് മിസൈൽ ടെസ്റ്റ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറി ഇന്ത്യ. 1500 കിലോമീറ്ററിലധികം ദൂരം താണ്ടാൻ കഴിയുന്ന ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ തിരിച്ചാക്രമിക്കുക, നശിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം അതിഭയങ്കരമായ ചടുലതയോടുകൂടി ശബ്ദത്തിൻ്റെ 8 ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകളെ കണ്ടെത്താനോ നശിപ്പിക്കാനോ ഇന്നുള്ള ഒരു സംവിധാനങ്ങൾക്കും സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോയ ഒരുപാട് വാർത്തകൾ വേറെയും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ. ഈ കഴിഞ്ഞ നവംബർ 28 UK ബേസ്ഡ് ആയിട്ടുള്ള റോൾസ് റോയ്സുമായിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻറ്റ് സൈൻ ചെയ്തു. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഷിപ്പ് എഞ്ചിനായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എഞ്ചിനുകൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന അടുത്ത വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കാൻ പോലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് ഇന്ത്യയും UKയും സംയുക്തമായിട്ട് ഡിസൈൻ ചെയ്ത് സംയുക്തമായിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്ത് സംയുക്തമായിട്ട് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്ത് അടുത്ത തലമുറ യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഏതൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യൻ ആർമി ആയാലും നേവി ആയാലും ഇന്ത്യൻ എയർഫോഴ്സ് ആയാലും ഇന്ന് അഭൂതപൂർവമായ വളർച്ചയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ കാണുന്നത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. ഭാഗ്യവശാൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പണം ചെലവഴിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഇന്ന് ഉണ്ട്.
ചില ബ്യൂറോക്രാറ്റിക് ചുവപ്പ് നാടുകൾ കൂടി ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഇന്ത്യൻ സായുധ സേനകൾ കുതിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാവർക്കും അഭിമാനിക്കാം. ഇന്നത്തെ ഇന്ത്യൻ നേവി ദിനത്തിൽ എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.